സഭാ തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വത്തിക്കാൻ ഇടപെടാതെ പ്രശ്ന പരിഹാരമാവില്ല. കുർബാന തർക്കം ഒരു കാരണം മാത്രമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരു മെത്രാനാണ്. അദ്ദേഹത്തിന്റെ തന്നെ പേരിലുള്ള എറണാകുളത്തെ ഒരു ട്രസ്റ്റ് വഴിയാണ് സാമ്പത്തിക സ്രോതസ്. അതുവഴി വിദേശ ഫണ്ട്, ബാഹ്യശക്തികളുടെ ബിനാമി ഇടപാടുകൾ വരെ നടക്കുന്നതായി നിരവധി പരാതികൾ ഉയർന്നിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനു കാരണം ട്രസ്റ്റ് വഴി വിവിധ രൂപതകൾ, മെത്രാന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക ഇടപെടൽ നടത്തി ഒപ്പം ചേർക്കുകയും നിശബ്ദരാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു മെത്രാന്റെ പേരിൽ സ്വകാര്യ ട്രസ്റ്റ് സഭയിൽ വേറെ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോഴും അങ്കമാലി കാഞ്ഞൂർ കേന്ദ്രമായുള്ള സ്ഥാപനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത ഇടപാടുകളിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇടപെട്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ എറണാകുളം വിഷയത്തിലും എന്തെങ്കിലും പരിഹാരമുണ്ടാകൂ. ഇത് സംബന്ധിച്ച് രഹസ്യ റിപ്പോർട്ട് മാർ താഴത്ത് പിതാവ് വത്തിക്കാന് കൊടുത്തത് ചോർന്നിരുന്നല്ലോ. എറണാകുളത്തെ വിവിധ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് ബാഹ്യശക്തികളുടെ ഉൾപ്പെടെ ബിനാമി ഇടപാടുകൾക്ക് നിയന്ത്രണം ഉണ്ടായാൽ മാത്രമേ സഭാ തർക്കം തീരുകയുള്ളൂ. ഇപ്പോഴത്തെ ദുർബല നേതൃത്വത്തിന് അതിന് സാധിക്കുമോ എന്നത് സംശയവുമാണ്. ചുരുക്കത്തിൽ ഇതൊരു കുർബാന തർക്കമല്ല, ബാഹ്യശക്തികൾ ഉൾപ്പെടെയുള്ള കോടികളുടെ ബിനാമി ബിസിനസ് പ്രശ്നമാണ്. ഇതിനെ കർദിനാൾ ചോദ്യം ചെയ്തതാണല്ലോ ഭൂമി വിവാദ തുടക്കം. ഇനിയെങ്കിലും സഭാ നേതൃത്വം വത്തിക്കാന് സത്യങ്ങൾ അറിയിച്ചില്ലെങ്കിൽ സഭ തകർന്നു തുടങ്ങിയിരിക്കുന്നു. മുനമ്പം ചെറായി ഭാഗത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോന്നതും ഒരിക്കൽ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ നീക്കം കടുത്ത അനീതിയാണ്. വഖഫ് ബോർഡിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ തടയാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ബിൽ ഭേദഗതി ബിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന വഖഫ് സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടേണ്ടതാണ്. ഭരണഘടനാനുസൃതമായ അവകാശങ്ങളുടെ നിഷേധം ഇവിടെ സംഭവിക്കാൻ പാടില്ല. മുനമ്പം ചെറായി ഭാഗത്ത് സംഭവിക്കുന്നത് പോലെയുള്ള നീക്കങ്ങൾ രാജ്യത്ത് ഒരിടത്തും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. രാജ്യത്തെവിടെയും ഏത് മതവിഭാഗത്തിന്റെയും വ്യക്തികളുടെയും സ്വത്ത് വഖഫാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിലവിലെ ചട്ടം ഭേദഗതി ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത്. വഖഫ് ബോർഡിന് ബോധ്യപ്പെടുന്ന ഏത് ഭൂമിയും ഒരു രേഖയും ഇല്ലാതെ കൈവശപ്പെടുത്താനാവും വിധമുള്ള നിയമം നീതീകരിക്കാനാവില്ല. ഒരിക്കൽ ഭൂമി വഖഫായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്മേലുള്ള തർക്കം പരിഹരിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിനാണ്. ഈ ട്രൈബ്യൂണൽ മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെടുന്നതാണ്. ആ മുസ്ലിങ്ങളുടെ ഭൂമി അവകാശ തർക്കവും മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെട്ട സമിതി പരിഹരിക്കണമെന്ന് പറയുന്നതിലെ യുക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ലോകത്തെല്ലായിടത്തും വഖഫുകളുടെ പ്രവർത്തനത്തിൽ നവീകരണം കൊണ്ടുവരുന്ന കാലമാണിത്. തുർക്കി, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ മതേതര സ്വഭാവത്തിലേക്ക് വഖഫ് ഘടന മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും വിശാലമായ ഭൂമിയിൽ നിയമവിരുദ്ധമായ അവകാശങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു. രാജ്യത്തിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം ഉണ്ടാക്കിയ വഖഫ് ബോർഡിന്റെ ചട്ടങ്ങളിൽ മറ്റേതിലും എന്നതുപോലെ കാലാനുസൃതമായ പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്താനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട്. വൻ തോതിലുള്ള കയ്യേറ്റവും ചൂഷണവുമാണ് വഖഫ് ആക്ടിന്റെ പിൻബലത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഇന്ത്യയിലുടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ രേഖകളോ വിവരങ്ങളോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും സ്വകാര്യ സ്വത്തുക്കൾ യഥാർത്ഥ ഉടമകളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തി. ഇതിപ്പോൾ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഖഫ് നിയമത്തിൽ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും സുതാര്യത വർദ്ധിപ്പിക്കാനും വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയാനും ശ്രമിക്കുന്നു. വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിനായി കൂടുതൽ ശക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുക, അവ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. മുനമ്പം ചെറായി പ്രദേശങ്ങളിലെ പോലെ രാജ്യത്തെ കടുത്ത അനീതികൾ പരിഹരിക്കാൻ വഖഫ് നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ അൽമായ ഫോറം പിന്തുണയ്ക്കുകയാണ്. വഖഫ് ഭേദഗതി ബിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും സുതാര്യത വർദ്ധിപ്പിക്കാനും വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയാനും ശ്രമിക്കുന്നു. വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിലെ കൂടുതൽ ശക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുക, അവ ഉദ്ദേശിച്ച ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. വഖഫ് പരിഷ്കരണത്തിന്റെ ആവശ്യകത അനിഷേധ്യമാണ്. ന്യായമായ ഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും എല്ലാ സമുദായങ്ങളിലേക്കും നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ സാംസ്കാരികവും മതപരവുമായ അഖണ്ഡത സംരക്ഷിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾക്കായുള്ള ശ്രമങ്ങളെയും അൽമായ ഫോറം സ്വീകരിക്കുമെന്നതാണ് അവരുടെ നിലപാട്.